കേരള സർവകലാശാലയിൽ നടപടി കടുപ്പിക്കുന്നു. സർവകലാശാലയുടെ വിവിധയിടങ്ങളിൽ പോലീസിനെ വിന്യസിച്ചു. 700 പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. കേരള സർവകലാശാല രജിസ്ട്രാറുടെ ചുമതല മിനി കാപ്പന് നൽകി. VC-യുടെ നിർദ്ദേശപ്രകാരം ജോയിന്റ് രജിസ്ട്രാർ ആണ് ഉത്തരവ് ഇറക്കിയത്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ഉണ്ട്. അഖിൽ, കനത്ത സുരക്ഷയിലാണ് സർവകലാശാല ആസ്ഥാനം. എങ്ങനെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? രാഹി, കേരള സർവകലാശാല ആസ്ഥാനം ഇന്നും സമരം മുഖരിതമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സർവകലാശാല ജീവനക്കാരെ കാട്ടിയും കൂടുതൽ ഇന്ന് കേരള പോലീസ് ഇവിടെ ഡ്യൂട്ടിക്ക് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. ഏകദേശം 700ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി കേരള സർവകലാശാലയുടെ വിവിധ ഭാഗങ്ങളിൽ, അതായത് പ്രധാന കവാടം, ആ കവാടം കടന്നു വരുന്ന കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് കയറുന്ന സ്ഥലം, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലുമായി ഏകദേശം 700ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇത്തവണ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ SFIയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ വലിയ ആക്ഷേപവും ആരോപണവും പോലീസ് കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം SFI പ്രവർത്തകർ ഈ സമര ഗേറ്റ് മറികടന്ന് അത് മുന്നിലേക്ക് വരുന്നു. ആ സമര ഗേറ്റ് മറികടന്ന് മുന്നിലേക്ക് എത്തിയതിനു ശേഷവും അവർ ഈ പ്രധാന കവാടവും കടന്ന് അകത്തേക്ക് പോവുകയും അക്രമ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര നടപടി ഉണ്ടായില്ല എന്ന് വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇന്നത്തെ മാർച്ചുകളിൽ കരുതലോടെ നീങ്ങാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മളോട് സംസാരിച്ചിട്ട് പോയ ആ സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ അടക്കം പറഞ്ഞത് ഹൈക്കോടതിക്കും സിൻഡിക്കേറ്റിനും മുകളിൽ ഒരു തീരുമാനമെടുക്കാനും വൈസ് ചാൻസലർക്ക് അധികാരമില്ല എന്നൊരു വെല്ലുവിളി തന്നെയായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തിയത്. ഇപ്പോൾ സിൻഡിക്കേറ്റ് റൂമിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഷിജു ഖാനും അതുപോലെ തന്നെ R രാജേഷുമാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. രണ്ടുപേരും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമാണ്. അവർ നേരത്തെ ഷിജു ഖാൻ പറഞ്ഞിട്ട് പോയത് അനുസരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടേക്ക് ഇന്ന് ചുമതലയേക്കാൻ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താൽക്കാലിക ചുമതലയായിരുന്നു മിനി കാപ്പന് നൽകിയിരുന്നത് എങ്കിൽ പൂർണ്ണമായും രജിസ്ട്രാറിൻ്റെ ചുമതല മിനി കാപ്പന് നൽകി. ഇപ്പോൾ VC സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. അത്തരത്തിലൊരു ഉത്തരവ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, അങ്ങനെ ഉണ്ടായാൽ അതിനെ നേരിടാൻ തന്നെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നതാണ് ഷിജു ഖാൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നും സമര ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഭാഗമായി അവിടേക്ക് എത്തുന്ന സമരക്കാരെ നിയന്ത്രിക്കുന്നതിലേക്ക് വേണ്ടി പോലീസ് സുരക്ഷാ വിന്യാസം സമര ഗേറ്റിന് മുമ്പിലുമുണ്ട്. ഇന്ന് ASFൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ DYFIയുടെ നേതൃത്വത്തിലുമാണ് ഇന്നത്തെ സമരം സർവകലാശാല ആസ്ഥാനത്തേക്ക് നടക്കുന്നത്. അതിനോടൊപ്പം SFIയുടെ ഒരു പ്രതിഷേധ മാർച്ച് രാജ്ഭവനിലേക്കുമുണ്ട്. അങ്ങനെ പ്രതിഷേധങ്ങൾ ഒരു വശത്ത് ഉണ്ടാകുമ്പോഴും, പ്രതിഷേധങ്ങൾ ഒരു വശത്ത് മുറയായി നടക്കുമ്പോഴും, മറുവശത്ത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രതിരോധം തീർക്കാൻ, അല്ലെങ്കിൽ കരുതലോടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ചാൻസലറും രാജ്ഭവനും അതുപോലെ തന്നെ VC-യും ഒക്കെ തന്നെ സർവകലാശാലയും എല്ലാം തന്നെ അതുപോലെ കാര്യങ്ങളെ നോക്കിക്കാണുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് ഈ സസ്പെൻഷൻ നടപടികളൊക്കെ തന്നെ സിൻഡിക്കേറ്റ് പിൻവലിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും ചുമതലയേക്കാൻ വന്ന ഡോക്ടർ KS അനിൽകുമാറിന് പകരം മറ്റൊരു ഒരു രജിസ്ട്രാറെ നിയമിച്ചുകൊണ്ട് VC-യും സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നു. അതിനോടൊപ്പം തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ അത് കടുത്ത നടപടിയിലേക്ക് പോകുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർവകലാശാല സിൻഡിക്കേറ്റും ആ തരത്തിലേക്കൊരു തീരുമാനത്തിലേക്ക് പോകുന്നു. എന്തായാലും സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ വാർത്തകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജൂലൈ മാസം എന്ന് പറയുന്നത് അത് സർവകലാശാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ മാസമാണ്. കാരണം വിദ്യാർത്ഥി അഡ്മിഷൻ അടക്കാൻ, അതായത് ഡിഗ്രികളുടെയും തന്നെയാണ് സെമസ്റ്റർ എക്സാം ഏകദേശം എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെയാണ് സെമസ്റ്റർ എക്സാം ഏകദേശം
പരീക്ഷാ നടപടിക്രമങ്ങൾ അടക്കം നടത്തുന്ന ചില കാര്യക്രമങ്ങളും ഒക്കെ തന്നെ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു നിർണായകമായ മാസത്തിൽ തന്നെ ഇത്തരത്തിൽ ബോധപൂർവമായി ഈ സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക്, ബോധപൂർവമായ തീരുമാനത്തിലേക്ക് ഈ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ നിമിഷങ്ങൾ, ഏറ്റവും നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ് ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നത്. ഇന്നത്തെ മാർച്ചിനു പിന്നാലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇന്ന് മിനി കപ്പൻ ചുമതല ഏറ്റെടുക്കാനായി എത്തുന്നുണ്ട് എങ്കിൽ മിനി കപ്പനെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ തടയുകയോ അല്ലെങ്കിൽ SFIO ASFO അത്തരത്തിലൊരു നടപടിയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ചാൻസലറുടെ ഭാഗത്തു നിന്നും വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്ന നീക്കങ്ങളെല്ലാം തന്നെ അത് നിർണായകമായിരിക്കും സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം. അഖിൽ, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് എങ്ങനെയാണ് മിനിക്കാപ്പൻ ഇന്ന് എത്തുന്നുണ്ടോ? അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തത നമുക്ക് ലഭിക്കുന്നുണ്ടോ? രാഹി, മിനി കപ്പനുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ഉത്തരവ് ഇറങ്ങിയ സാഹചര്യത്തിൽ വർക്കിംഗ് ഡേ ആണ് ഇന്നത്തെ ദിവസം. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് ഇവിടെ ജോലിയിൽ ഏറ്റെടുക്കാൻ വേണ്ടി തന്നെ വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ ജോലിയിൽ ഏറ്റെടുക്കാൻ എത്തിയാലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു സംഘർഷാവസ്ഥ കൂടി മനസ്സിലാക്കി ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകണമോ എന്നുള്ള കാര്യത്തിൽ അത് സർവകലാശാല തന്നെ അല്ലെങ്കിൽ മിനി കപ്പൻ തന്നെ ഒരു തീരുമാനമെടുക്കേണ്ടി വരും. എന്തായാലും അത്തരത്തിലൊരു ചുമതല ലഭിച്ച സാഹചര്യത്തിൽ നിർണായകമായ ഫയലുകൾ കഴിഞ്ഞ കുറേ ദിവസമായി രജിസ്ട്രാറിൻ്റെ അസാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിർണായകമായ ചില ഫയലുകളിലൊക്കെ തന്നെ തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ട്. സർവകലാശാലയുടെ റൂൾ അനുസരിച്ച് എല്ലാ ഫയലുകളും പോപ്പർ ചാനൽ എന്ന് പറയുന്നത് രജിസ്ട്രാർ കണ്ടതിനു ശേഷം ജോയിൻറ്റ് രജിസ്ട്രാറും കണ്ടതിനു ശേഷം അത് VCയുടെ അരികിലേക്ക് എത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ചില ഫയലുകളൊക്കെ തന്നെ അത് പകുതിയിൽ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്തായാലും മിനി കപ്പൻ ചുമതല ഏറ്റെടുക്കാനായി എത്തും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഖിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ വലിയ പോലീസ് സന്നാഹമൊക്കെയാണ് സ്ഥലത്ത്. 700ഓളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് എന്നും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ വലിയ പോലീസ് സന്നാഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ മാർച്ചുമായി SFI DYFIക്കാർ എത്തിയപ്പോൾ ഈ പോലീസുകാരൊക്കെ അവിടെ നോക്കി നിൽക്കേണ്ട ഗതികേടിലായി മാറി. അപ്പോൾ ഇന്നും അതൊക്കെ തന്നെയാണോ നടക്കുന്നത് എന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാം. രാഹി, ഇന്നത്തെ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ആദ്യത്തെ സമരം SFIയുടെ വരുന്ന സമയത്ത് ഈ അധികം പോലീസ് ഉണ്ടായിരുന്നില്ല. രണ്ടാമത് വീണ്ടും ഏകദേശം 250ഓളം പോലീസുകാരെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 13ഓളം CIമാരും അതുപോലെ തന്നെ 2 ASPമാരുടെ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിലേക്ക് വേണ്ടി അന്ന് പോലീസ് സന്നാഹത്തെ ഒരുക്കിയിരുന്നു. പക്ഷേ ഇന്ന് എന്തായാലും പോലീസും കൃത്യമായ ഒരു നടപടിയോടുകൂടി തന്നെ പോകാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കൃത്യമായ സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് ഇത്തരത്തിലൊരു ക്രമീകരണവും നടത്തുന്നു. കാരണം SFI നടത്തിയ അക്രമമുണ്ട് സർവകലാശാലയെ സംബന്ധിച്ച്. അക്രമത്തെ ചെറുക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് പോലീസ് എടുക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു നീക്കം. പോലീസിന് വലിയ വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. കാരണം SFIയുടെ നേതൃത്വത്തിൽ മണിക്കൂറോളം ശരി അഖിലെ, കേരള സർവകലാശാലയിൽ നടപടി കടുപ്പിക്കുകയാണ്. വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് ഉണ്ട്. 700 പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ കേരള സർവകലാശാല രജിസ്ട്രാറുടെ ചുമതല മിനി കാപ്പന് നൽകിയിട്ടുണ്ട്. VCയുടെ നിർദ്ദേശാനുസരണം ജോയിന്റ് രജിസ്ട്രാറാണ് ഉത്തരവ് ഇറക്കിയത്. അഖിൽ പാലോട്ടുമടമാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.